അതിൽ യാതൊരു സംശയവുമില്ല. മെക്സവൻ ക്യാപ്റ്റനും ഫൗണ്ടറുമായ സലാഹുദ്ദീൻ സാറ് മെക്സവൻ പരിശീലനം 1 മുതൽ 21 വരെയുള്ള ഓരോ ഇനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവതരിപ്പിക്കുന്ന വീഡിയോ ആണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾക്ക് ക്ലാപ്പിംഗ് ഓവറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കൈകൾ പൂർണ്ണമായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടല്ലേ? ഒന്ന് മുകളിലോട്ട് ഉയർത്തി കാണിക്കും അല്ലേ? ഒരു പ്രയാസമില്ല, നിങ്ങളെ കൈകൾ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇതേ പൊസിഷൻ തന്നെയാണ് നമുക്ക് ജമ്പിങ് ജാക്സിനും ചെയ്യാനുള്ളത് കേട്ടോ. റെഡി സ്റ്റാർട്ട്. ഇത് 10 പ്രാവശ്യം ഓരോ ഭാഗത്തേക്കായിട്ടാണ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും 10 പ്രാവശ്യം ചെയ്യും. അങ്ങനെ 5 ഭാഗത്തേക്ക്. Right on! Stop! Next! Ankle rotation. Left leg first. Ready? Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Leg change. Ready? Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Good. Next. Knee rotation. Left side. Ready? Start 1, 2, 3, റൊട്ടേഷൻ ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യമാണ് ചെയ്യുന്നത്. 6, 7, 8, 9, 10. Reverse. Start 1, opposite. 2, 10 പ്രാവശ്യം വലത് ഭാഗത്തേക്ക്. 3, റൊട്ടേഷൻ 10 പ്രാവശ്യം. 4, 5, 6, 7, 8, 9, 10. Up. Good. Hip rotation. Left side. Ready? Start 1, ഒരു ഭാഗം കൊണ്ട് ഒരു 2, സർക്കിൾ വരക്കാണ്. ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം. 3, 4, 5, 6, 7, 8, 9, 10. Stop. Reverse. Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Good. Next. Head rotation. Left side. Slowly rotate ചെയ്യരുത്. സ്പീഡ് കൂട്ടരുത്. വളരെ സ്ലോലിയാണ് ചെയ്യേണ്ടത്. കണ്ണടക്കുക. റെഡി? സ്റ്റാർട്ട് 1. വളരെ സ്ലോലി ചെയ്യട്ടെ. സ്പീഡ് കൂട്ടരുത്. 5 പ്രാവശ്യം ആദ്യം ചെയ്യുന്നു. 2, 3, 4, 5,
തല താഴോട്ടും മേലോട്ടും 5 പ്രാവശ്യം. 2 3 4 5 reverse. That one opposite. വലത് ഭാഗത്തേക്ക് 5 പ്രാവശ്യം. 2 3 4 5 up and down. Step 1 വീണ്ടും 5 പ്രാവശ്യം മേലോട്ടും താഴോട്ടും. 2 3 4 5 stop. Good. Breathing and stretching. Body side bench. ഒരു ഡെമോ. ബ്രീത്ത് താഴ്ന്ന് എടുത്തു. ലെഫ്റ്റ് സൈഡിലോട്ടാണ് ബോഡി ബെൻഡ് ചെയ്യുന്നത്. പൊസിഷൻ നോക്കുക. ഇതാണ് പൊസിഷൻ. 2 മസിലും ചേമ്പ് ടച്ച് ചെയ്തിരിക്കണം. കൈ മുന്നോട്ട് വലിച്ചിരിക്കണം. ബോഡി ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്തിരിക്കണം. ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം ചെയ്യും ബാക്ക് സൈഡ് നന്നായിട്ട് വലിഞ്ഞിരിക്കും. അതേപോലെ തന്നെ റിബ് ഈ ഭാഗവും നന്നായിട്ട് വലിഞ്ഞിരിക്കും. ബ്രീത്ത് വിടുന്ന ഔട്ട് ചെയ്യുക. പൊസിഷൻ ഇവിടെ തന്നെയാണ്. ബോഡി ടേൺ ചെയ്യാം. റെഡി ലെഫ്റ്റ് സൈഡ് റെഡി സെറ്റ് 1 ഇടത് ഭാഗത്തേക്ക് 1 2 അടുത്തത് വലത് ഭാഗത്തേക്ക്. അങ്ങനെ ടോട്ടൽ 3 4 5 6 7 8 9 10 Good. Next Hansing. Ready? Start 1 2 3 4 5 6 7 8 9 10 Good. Now index finger over it. Ready? Start 1 2 3 4 5 ശ്രദ്ധിക്കുക. ഇതിൽ വേണ്ടത് എന്താ വെച്ചാൽ എങ്ങനെ നിങ്ങൾ കൈ കൊണ്ടുപോയി അതേ പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൈ വലിച്ചു പിടിച്ചും കൊണ്ട് സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരും. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരേണ്ടത്. ഓക്കെ
6. 7. 8. 9. 10. Good. പൊസിഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ? വയറ് കംപ്ലീറ്റ് മുകളിലോട്ട് വരും. ഫിംഗർ ലോക്ക് ഓവർ എഡ്ജ്. റെഡി സ്റ്റാർട്ട്. 1. 2. 3. 4. 5. ഇതിനും പൊസിഷൻ അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? കൈ മുകളിലോട്ട് വലിച്ചു പിടിക്കുക. സാധ്യമാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക? മസിലുകൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കൈ അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സ്ലോലി കൊണ്ടുവരിക. കണ്ടിന്യൂ. 6. 7. 8. 9. 10. Good. Next. Hands lock over it. Ready? Start. 1. 2. 3. 4. 5. 6. 7. 8. 9. 10. ക്ലാപ്പിംഗ് ഓവർ എഡ്ജ്. ക്ലാപ്പിംഗ് ഓവർ എഡ്ജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്ലാപ്പ് ചെയ്തിട്ട് കൈൻ്റെ രണ്ട് മസിൽ എന്ത് ചെയ്യണം? മുകളിലോട്ട് വലിച്ചു പിടിക്കുക. പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. കൈൻ്റെ രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. കൈ പൂർണ്ണമായി മുകളിലോട്ട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വയറും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് താഴ്ന്ന് മുകളിലോട്ട് വലിച്ചിരിക്കും. അതാണ് പൊസിഷൻ കറക്റ്റ്. ഓക്കെ. ക്ലാപ്പിംഗ് ഓവർ എഡ്ജ്. റെഡി സ്റ്റാർട്ട്. 1. 2. 3. 4. 5. 6. 7. 8. 9. 10. Good. Continue position. Ready? Start. 1. Up. 2.
9. Up. 10. Up. Good. Finger lock back. Front bench. ശ്രദ്ധിക്കേണ്ടത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ആണ് എന്ത് ചെയ്യുന്നത് താഴോട്ട് വലിക്കുന്നത്. പൊസിഷൻ എന്താ കാണിക്കുന്നത്? ഷോൾഡർ മാത്രം. നിങ്ങളെ ബോഡി അതേപോലെ ഇരിക്കണം. തല ബാക്കോട്ട് പോകാൻ പാടില്ല. സ്ട്രൈറ്റ് ആയിട്ട് ബോഡി ഫുൾ സ്ട്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. കൈ മാത്രം എന്ത് ചെയ്യുക? ബാക്കോട്ടൊന്ന് വലിക്കുക. പക്ഷെ നിങ്ങളെ ഹെഡ് അതേപോലെ ഇരിക്കണം, ബോഡി അതേപോലെ ഇരിക്കണം. നിങ്ങളെ നോട്ടം മുന്നോട്ടായിരിക്കണം. താഴോട്ട് ആരും നോക്കരുത്, ഫുൾ മുന്നോട്ട്. ഇതാ പൊസിഷൻ. ഓക്കെ, ready, start 1. Up. 2. Up. 3. Up. 4. Up. 5. Up. 6. Up. 7. Up. 8. Up. 9. Up. 10. Up. Good. Next. Continue position. Ready? Start 1. Up. 2. Up. 3. Up. 4. Up. 5. Up. 6. Up. 7. Up. 8. Up. 9. Up. 10. Up. കാലിൻ്റെ വിരലിൻ്റെ മുട്ടോ കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ നിന്നും കൊണ്ടാണ് പൂർണ്ണമായിട്ടും നിങ്ങൾ ബ്രീത്ത് എടുക്കേണ്ടത്. ഷോൾഡറിൽ നിന്ന് കൈ കുറച്ച് മുകളിൽ ഉയർത്തിയും കൊണ്ട് പൂർണ്ണമായിട്ടും ബ്രീത്ത് എടുക്കുക. കൈ ചുരുട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പൂർണ്ണമായിട്ടും ബ്രീത്ത് എടുത്തു. 3 പൊസിഷനാണ്. ബ്രീത്ത് എടുത്തു. സെക്കൻഡ് പൊസിഷനിൽ താഴെ പോയി വിരലിൻ്റെ മുകളിൽ ഇരിക്കുക അല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാനുള്ളവർക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അതിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? കാല് ഫ്ലാറ്റ് ആക്കുക. ഫ്ലാറ്റ് ആക്കി ഇരിക്കുന്ന സമയത്താണ് ഒറിജിനലായിട്ട് ശരിക്കും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? പൂർണ്ണമായും കാല് ഫ്ലാറ്റ് ആക്കി വെച്ചതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, സിറ്റ് അപ്പ്. റെഡി, സ്റ്റാർട്ട് 1. അപ്പ്. ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ എന്ത് ചെയ്യുക? കാല് കുറച്ചൊന്ന് വിടർത്തി വെക്കുക, അകത്തി വെക്കുക, ഒരു അരടി. 2.
8. Up. 9. Up. 10. Up. Good. Next. Ready? Step 1. 2. 3. 4. 5. 6. 7. 8. 9. 10. Good. Next. Acupressure. Ready? Step 1. മുന്നോട്ട് നോക്കണം, സ്ട്രൈറ്റ്. ബോഡി സ്ട്രൈറ്റ് ചെയ്യുക, മുന്നോട്ട് നോക്കുക, വയറുള്ളോട്ട് വലിച്ചു പിടിക്കുക, നന്നായിട്ട് നെക്കിപ്പിക്കുക. വയറൊന്ന് വേദന അറിഞ്ഞോട്ടെ, ടച്ച് ചെയ്താൽ പോരാ. സെക്കൻഡ് സെന്റർ. ബോഡി സ്ട്രൈറ്റ്, മുന്നോട്ട് നോക്കുക, വയറുള്ളോട്ട് വലിഞ്ഞിരിക്കണം. 2. Again side. വയറിൻ്റെ സൈഡാണ്. 2 വിരലുകൾ ഉപയോഗിച്ചിട്ട്, കൈൻ്റെ വിരലുകൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഞെക്കിപ്പിഴിയുക, സ്ക്വീസ്. സെക്കൻഡ് സെന്റർ. വയറ് ഉള്ളോട്ട് മാക്സിമം വലിച്ചു പിടിക്കുക കേട്ടോ. 3. Again side. Second center. Stop. Good. കൈയൊന്ന് ഇളക്കിട്ടേക്ക്. കൈക്ക് വേദന ഉണ്ടോ? ഗുഡ്. abdomen. വയറ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വയറ് ഇളകാത്തവർ എന്ത് ചെയ്യണം? ബ്രീത്ത് ഉള്ളോട്ട് വലിക്കുക, വായ തുറന്ന് വിടുക. ഓക്കെ, വയറ് ഇളകാത്തവർ, ഇളകുന്നവർ ബ്രീത്ത് എടുക്കണ്ട, വയറ് ഇളക്കിയാൽ മതി. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഗുഡ്. നെക്സ്റ്റ്. ജമ്പ് ചെയ്യേണ്ടത് കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ മാത്രമാണ്, മറക്കരുത്. ഹീല് ടച്ച് ചെയ്യാൻ പാടില്ല. കാലിൻ്റെ മടമ്പ് ഒരിക്കൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല ജമ്പിങ്ങിൻ്റെ അടുത്ത്. ഓക്കെ, കൈകൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? കൈ വിരലുകൾ, 4 വിരലുകൾ എന്ത് ചെയ്യണം? കൈ വെള്ളം ടച്ച് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. 5ാമത്തെ ഒരു തമ്പ് അതിൻ്റെ മുകളിൽ ലോക്ക് ഇടുക. അപ്പം എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് കൈ ടച്ച് ചെയ്തിരിക്കണം. ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ടും ജമ്പ് ഓപ്പൺ കൂടി ചെയ്യാം. ഓരോ പ്രാവശ്യവും ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഗുഡ്. 125 ടൈം. റെഡി, സ്റ്റാർട്ട്. റൈറ്റ് ഹാൻഡ്. Right on. Right on. Right on.
റിലാക്സ്. 2 എക്സസൈസുകളാണ് എയറോബിക്. നമ്മൾ പറയാറില്ല എയറോബിക് ഉണ്ട്. ഫസ്റ്റിലെ ജമ്പിങ് ജാക്സ് എയറോബിക്കാണ്, ടോ ജമ്പും എയറോബിക്കാണ്. ഏത് എക്സസൈസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ശരീരത്തിനകത്തോട്ട് ഓക്സിജൻ പ്രവഹിച്ചും കൊണ്ട് ശരീരത്തിൻ്റെ ഹൃദയധമനികൾ മിടിക്കുന്നത്, അത്ര എക്സസൈസിനാണ് പറയുന്നത് എയറോബിക്. നെക്സ്റ്റ് മെഡിറ്റേഷൻ. 60 to 1 റിവേഴ്സ് കൗണ്ട്. കൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ ശ്രമിക്കുക. ഓരോ നമ്പർ എന്ത് ചെയ്യുക, ആ നമ്പേഴ്സിനെ നിങ്ങൾ കണ്ണിന് മുമ്പ് കാണുക. 60, 59, 58, 57, 56. നമുക്ക് സ്പീഡ് കൂട്ടി ചെയ്യേണ്ട. 1 മിനിറ്റാണ് അലോ ചെയ്തിരിക്കുന്നത്. ആ 1 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കൗണ്ടിങ് ചെയ്യുക. പ്രായമുള്ളവർക്കൊക്കെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുന്ന സംഭവമാണ് റിവേഴ്സ് കൗണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും എക്സസൈസ് അത്രയും ചെയ്ത് നമ്മളെല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ബ്രെയിൻ ഫങ്ഷൻ, ബ്രെയിൻ മെമ്മറി നന്നായിട്ടാണോ വർക്ക് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യണം. മെഡിറ്റേഷൻ 60 to 1 റിവേഴ്സ് കൗണ്ട്. റെഡി സ്റ്റാർട്ട്. ഗുഡ്. നെക്സ്റ്റ് ഫേസ് മസാജ്. കർച്ചീഫ് കയ്യിലുണ്ടെങ്കിൽ മുഖം തുടക്കാം കേട്ടോ. ഡെമോ ശ്രദ്ധിക്കുക. കൈ നന്നാക്കി എന്ത് ചെയ്യുക, ചൂടാക്കിയെടുക്കുക. ഈ കൈ പള്ള അല്ലേ, കൈ വെള്ള പൂർണ്ണമായിട്ടാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ തടിച്ച ഭാഗമാണ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പൂർണ്ണമായിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. ചൂടാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ആ കൈയുടെ വെള്ളം എന്ത് ചെയ്യുക, നേരെ കണ്ണിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകുക. ആ സമയത്ത് കണ്ണടക്കുക. കണ്ണടച്ചു. ആ ചൂടാക്കി അത്രയും ചൂട് എന്ത് ചെയ്തു, കണ്ണിൻ്റെ കൺപോളകൾക്ക് മുകളിൽ കൊടുത്തു. നേരെ കൈ താഴോട്ട് കൊണ്ടുവരിക. നടുവിരൽ ഉപയോഗിച്ചിട്ട് മൂക്കിൻ്റെ എൻഡിൽ കണ്ണിൻ്റെ പീള വരുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്യുക, കുറച്ച് നേരം മസാജിങ് കൊടുക്കുക. താഴോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ പോയിന്റ് മാത്രം മസാജ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക, കൈ മുകളിലോട്ട് കൊണ്ടുപോകുക. മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കവിളുകളിൽ എന്ത് ചെയ്യുക, ടച്ച് ചെയ്തും കൊണ്ട് കവിളുകൾ മസാജ് കൊടുത്തുകൊണ്ട് കൈ മുകളിലോട്ട് കൊണ്ടുപോകുക പൂർണ്ണമായിട്ടും. 1. രണ്ടാമത്തെ പ്രാവശ്യം അതേപോലെ തന്നെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കവിളുകളിൽ കൈ പ്രസ് ചെയ്തും കൊണ്ട് കവിളിനെ മുകളിലോട്ട് തള്ളണം. കവിളിനെ മുകളിലോട്ട് തള്ളിയും കൊണ്ടാണ് പോകുന്നത്. 2. മൂന്നാമത്തെ പ്രാവശ്യം സെയിം. നാലാമത്തെ പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ടാവും. കണ്ണിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, 3 വിരലുകളും പതുക്കെ ഒന്ന് എന്ത് ചെയ്യുക, അതേപോലെ മസാജ് ചെയ്തുകൊണ്ട് കൈ വലിച്ചെടുക്കുക. ഓക്കെ, ഫേസ് മസാജ്. റെഡി സ്റ്റാർട്ട്. 1 2 1 2 Last one. 2 3
അങ്ങനെ 3 സെറ്റാണ് ഇപ്പോൾ ഫേസ് മാസ്ക് ചെയ്തത്. അടുത്ത് നമ്മൾ ക്ലാപ്പിംഗ് ആണ് ചെയ്യണത്. ഈ 5 വിരലുമേ തട്ടുണ്ട്. 1 2 3 4 5 ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.